നമസ്കാരം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ചാക്യാർ കൂത്തിനെ പറ്റിയാണ്. കേരളത്തിലെ പ്രാചീന കലയായ ഒരു രംഗകലയാണ് ചാക്യാർ കൂത്ത്. കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിലെ അംഗങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ചാക്യാർമാരുടെ കൂത്ത് എന്ന അർത്ഥത്തിലാണ് ഈ പേര് നിലവിൽ വന്നത്. ഇത് ഒരു ഏകാംഗ കലാരൂപമാണ്. കേരളക്കര കൂടി ഉൾപ്പെടുന്ന പഴയ തമിഴകത്ത് നിലവിലുണ്ടായിരുന്ന കൂത്ത് എന്ന കലാരൂപം പരിണമിച്ചുണ്ടായതാണ് ചാക്യാർ കൂത്ത്. AD 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ എന്ന രാജാവ് ഉത്തര ദിഗ്വിജയം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വടക്കൻ പറവൂർക്കാരനായ ഒരു ചാക്യാർ ത്രിപുര ദഹനം കഥയാടി അദ്ദേഹത്തെ രസിപ്പിച്ചുവെന്ന ഇളംകോവടികളുടെ ചിലപ്പതികാരത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ചാക്യാർ കൂത്തിൽ നൃത്തത്തിന്റെ അംശം വളരെ കുറവാണ്. വേഷവിധാനവും മുഖഭാവങ്ങളും മറ്റു ശരീരഭാഷകളുമാണ് ചാക്യാർ കൂത്തിലെ ആശയ സംവേദനത്തിൽ വലിയ പങ്കുവഹിക്കുന്നത്. പരമ്പരാഗതമായി ക്ഷേത്രത്തിലെ കൂത്തമ്പലങ്ങളിലാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിക്കാറുള്ളത്. കലാകാരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളോട് ഒരു പ്രാർത്ഥന ചൊല്ലി കൂത്തു തുടങ്ങുന്നു. ഇതിനുശേഷം സംസ്കൃതത്തിൽ ഒരു ശ്ലോകം ചൊല്ലി അതിനെ മലയാളത്തിൽ നീട്ടി വിശദീകരിക്കുന്നു. തുടർന്നുള്ള അവതരണം പല സമീപകാല സംഭവങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയും ഒക്കെ ഹാസ്യം കലർന്ന രൂപത്തിൽ പ്രതിപാദിക്കുന്നു. കൂത്തു കാണാനിരിക്കുന്ന കാണികളെ കളിയാക്കിയും ചാക്യാർമാർക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാം. ചാക്യാർ കൂത്തിൽ 2 വാദ്യോപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ: മിഴാവും ഇലത്താളവും. വിദൂഷകന്റെ വേഷമാണ് കൂത്തിൽ ചാക്യാർക്കുള്ളത്. മുഖത്തും നെഞ്ചിലും കൈമുട്ടിനു മുകളിലും അരിമാവ് കൊണ്ട് അണിയും. കണ്ണിൽ വീതിയിൽ കണ്ണെഴുതി വാലിടും. നെറ്റി, മൂക്ക്, കവിളുകൾ, താടി, നെഞ്ച്, കൈകൾ എന്നിങ്ങനെ 14 ഭാഗങ്ങളിൽ ചുവന്ന പൊട്ടുണ്ട്. മീശയ്ക്ക് മേൽക്കൊമ്പും കീഴ്ക്കൊമ്പുമുണ്ട്. ചെവിപ്പൂക്കളും കുടുമയും വാസിയും പീലിപ്പട്ടവും ഉണ്ടാകും. കൈകളിൽ കടകം, മാറിടത്തിൽ പൂനൂൽ എന്നിവയും ഉണ്ടാകും. ഒരു ചെവിയിൽ തെച്ചിമാലയും മറ്റേതിൽ വെറ്റിലച്ചുരുളും വെക്കും. മാറ്റുമടക്കി പിന്നിൽ കനപ്പിച്ച് പൈതകം വെച്ചെടുത്ത് കടിസൂത്രം കെട്ടും. ഇതാണ് ചാക്യാർ കൂത്തിനെ പറ്റിയുള്ള ചെറുവിവരണം. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.